സൂപ്പർ. ഇഷ്ടമായോ? കടയില് വാങ്ങിക്കുന്ന ഇതുകാട്ടി സൂപ്പറുണ്ട്. ആണോ? കുറേ ദിവസമായിട്ട് മോൻ പുളിമിഠായി ഉണ്ടാക്കി തരാൻ പറയുന്നത്. അപ്പം ഞാൻ എന്താ ഇന്നിപ്പോൾ പുളിമിഠായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിനായി ഇത്ര പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് 20 മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുളി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഇപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിവിടെ അരിച്ചില്ലായിരുന്നു. പക്ഷെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒന്നും കൂടി അരിച്ചെടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു പാനിലേക്ക് 3/4 കപ്പോളം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റായി വരാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ച പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പാനിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു ടൈം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം പുളി ജാം ഉണ്ടല്ലോ, പുളിമിഠായിയുടെ തന്നെ ആ ഒരു ലിക്വിഡ് രൂപത്തിൽ കിട്ടുന്നത്, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചുക്കുപൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ പുളി അരച്ചെടുത്തപ്പം ഒന്ന് അരിപ്പ വെച്ചൊന്ന് അരിച്ചും കൂടി എടുക്കണം കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇത് ഫില്ല് ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ഇതൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ ക്യാൻഡിയൊക്കെ പൊതിയുന്ന പോലെ ആ ഒരു രീതിയിൽ റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻഡി ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.